ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. കൂടാതെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത്. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ 2 കപ്പ് പച്ചരി എടുക്കാം. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 3 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇത് ഊറ്റി വെക്കണം. ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച ശേഷം ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലാകുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർക്കാം. ഉരുളക്കിഴങ്ങ് വെന്ത ശേഷം തൊലി നീക്കം ചെയ്യേണ്ടതാണ്. പിന്നീട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. എല്ലാം കൂടി മിക്സിയുടെ ജാറിൻ്റെ ഫുള്ളായിട്ട് വരുന്നത് കൊണ്ട് തന്നെ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കുട്ടികൾക്ക് ഏതൊക്കെ വെജിറ്റബിളാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ചേർത്തിരിക്കുന്നത് ഒരു സവാള ചെറുതായി അരിഞ്ഞതും, ഒരു ക്യാരറ്റ് പൊടിയായി അരിഞ്ഞതും, ഒരു തക്കാളി കട്ട് ചെയ്തതും, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, 3 പച്ചമുളക്. എരിവ് അധികം വേണ്ടാത്തവർക്ക് 2 പച്ചമുളക് മതി കേട്ടോ. മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മാവിൻ്റെ പാകം ഇതേമാതിരി ആയിരിക്കണം കേട്ടോ, വല്ലാതെ കട്ടിയാകരുത്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു തവി മാവ് കോരി ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കാപ്സിക്കും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് മൂടി വെച്ച് 5 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കേണ്ടതാണ്. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് മറിച്ചിട്ട് ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടുത്തതും ഇതേമാതിരി തന്നെ ചുട്ടെടുക്കാം. ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ റെഡിയാക്കിയ ശേഷം പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഇനി ഇത് എണ്ണ കോരി ഒഴിക്കാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ഒരു തവി മാവ് കോരി ഒഴിച്ച് അതിലേക്ക് ക്യാരറ്റും കാപ്സിക്കും ഇട്ട് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്.
ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.